അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ മുന്തിരി ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. അധികമൊന്നും ഇല്ല, എന്നാലും കൊലകളിൽ ചെറുതായിട്ടൊക്കെ പഴുത്തടക്കുന്നത് ഞാൻ താഴെ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ അത് പറിച്ച് കഴിഞ്ഞാൽ ഒരു പൂതി. അപ്പോൾ എന്തായാലും ഞാൻ മേലെ കയറാൻ ശ്രമിച്ചു നോക്കിയപ്പോൾ എന്തായാലും കയറാൻ പറ്റി. അപ്പോൾ എന്തായാലും ഒന്ന് പറിക്കാന്ന് വിചാരിച്ചിട്ടോ. ഗ്രില്ല് അത്യാവശ്യം മേലെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒരു പേടിയുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് മര്യാദ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മുന്തിരി തോട്ടം. അത്യാവശ്യം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ മിക്കതും പച്ചയാണ് കേട്ടോ. അതിൻ്റെ അകത്തും ചിലതൊക്കെ മാത്രമേ ഈ ചുവന്നിട്ടുള്ളൂ, അതൊക്കെയാണ് ഞാൻ പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തിന്നാൻ വേണ്ടി എൻ്റെ അനിയത്തി അവിടെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പൊട്ടിച്ചോണ്ട് വേണം അവൾക്ക് കൊടുക്കാൻ. അപ്പോൾ കണ്ടോ ഇത്ര ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. എൻ്റെ കാലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വിറയ്ക്കുന്നുണ്ട്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്നതാണ്. കണ്ടോ ഈ കൊലയൊക്കെ കണ്ടോ കുറച്ചീച്ച ഒക്കെ പഴുത്ത് വന്നുള്ളൂ, ഇനി പഴുക്കാനുണ്ടോ. നന്നായിട്ട് പഴുക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറാവും കേട്ടോ, നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇത് ബ്ലാക്ക് മുന്തിരിയാണ് കേട്ടോ, മറ്റേ ജ്യൂസ് അടിക്കണ മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം പഴുത്തൊക്കെ ഉണ്ട് കണ്ടോ. ഈ കൊലയിൽ 3 പഴുത്തടക്കുണ്ട് കണ്ടോ, 4-5 പഴുത്തടക്കുന്നുണ്ട്. ഇതെല്ലാം പറിക്കാൻ വേണ്ടിയാണ് ഞാൻ മേലേക്ക് കയറിയിട്ടോ. ഈ ഒരു കളറാവും ഇതിൻ്റെക്കാട്ട് നന്നായിട്ട് പഴുക്കും, അപ്പോൾ നല്ല ബ്ലാക്ക് ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ പറിക്കാം. നല്ല മധുരം ഒഴിക്കുള്ളൂ കേട്ടോ. ഞാൻ തിന്ന് നോക്കി, നല്ല മധുരമുണ്ട് ഇതിനൊക്കെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പറിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളറൊക്കെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ നല്ല കളറല്ലേ, കാണാൻ തന്നെ നല്ല രസമുണ്ടോ. പിന്നെ നമ്മളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടായി നമ്മൾ പറിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെക്കാട്ടും വലിയ രസമല്ലേ. അപ്പം ഇങ്ങനെ ഓരോ കൊലയിൽ നിന്ന് 1-2 വെച്ച് കിട്ടുന്നുണ്ട്. നമുക്കിത് കൊലയപ്പാടി പറിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടും. നോക്കിക്കോ, ഇതുമ്മ കണ്ടോ വെള്ള കളർ പ്രാണി ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ കളയണം. ഇപ്പോൾ കഴുകാണ്ട് തിന്നാൻ പാടില്ല, കഴുകിയിട്ടാണ് കേട്ടോ തിന്നാൻ. അപ്പോൾ എൻ്റെ അനിയത്തി അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരെണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ അപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ എണ്ണം മാത്രം നിങ്ങളെ ഇടുന്ന കാണിച്ചു തന്നെ കേട്ടോ. അവൾ അത്രേ നോക്കി കൊതി വിട്ടാണ്ടോ നിൽക്കുന്നത്. അപ്പം എന്തായാലും ഒരെണ്ണം അപ്പം തന്നെ ഇട്ട് കൊടുത്തേണ്ടോ. അത് ഇവിടെ കണ്ടോ അത്യാവശ്യം പഴുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചാളും കൂടി കഴിഞ്ഞ് ഇത് കൊലയപ്പാടി പൊട്ടിക്കാനായിട്ടാവും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ പഴുത്തൊക്കെ പൊട്ടിച്ചില്ലേ, അതൊക്കെ ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടോ ഇതേപ്പാടി ഞങ്ങൾ വീടിൻ്റെ മേലേക്കും കുറച്ച് കയറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ അകത്തും അത്യാവശ്യം പഴുത്ത നല്ല ഇതൊക്കെ ഉണ്ട്. ചിലതൊക്കെ പഴുക്കണുള്ളൂ. പക്ഷേ ഈ ഒരു ജില്ലയിൽ ഈ ഒരു കൊല ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കൊലയിൽ നല്ല പഴുത്തതുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇനി അത് വൈകിയാൽ കഴിഞ്ഞാൽ ആകുമ്പോൾ ഉറുമ്പുണ്ട്. അപ്പോൾ ആ ഉറുമ്പ് ഒക്കെ കൊണ്ട് ചീത്തയായി പോയാലോ എന്ന് വിചാരിച്ചാണ് ആ പഴുത്തൊക്കെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല മധുരമുണ്ട്. നന്നായിട്ട് പൊട്ടി കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കുള്ളൂ കേട്ടോ.